പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരായിട്ടുള്ള ഒരു ഒളിയമ്പാണ് ദിവ്യ എഴുതി വിട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ആന്തൂരിലെ സംഭവം ഉണ്ടായപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി നിലകൊണ്ട MV ഗോവിന്ദൻ തൻ്റെ പ്രശ്നം വന്നപ്പോൾ തന്നെ സഹായിച്ചില്ല. ഇത് പറയുന്നത് ദിവ്യയ്ക്കെതിരെ ഈ കടുത്ത നടപടിയെടുക്കുന്നതിന് നിർബന്ധം പിടിച്ചത് MV ഗോവിന്ദനാണെന്ന വാർത്തകൾ പുറത്തു വന്നതിന് ശേഷമാണ്. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പറയുമ്പോൾ തന്നെ ദിവ്യ ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ അവരെ സ്വീകരിക്കാൻ സ്വന്തം ഭാര്യ ശ്യാമളയെ അയച്ചു. ആ നന്മ ഓർക്കാതെയാണ് ഇവിടെ ന്യൂസ് 18 നൽകുന്ന അഭിമുഖ സംഭാഷണത്തിൽ ദിവ്യ MV ഗോവിന്ദനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ദിവ്യയുടെ അനുമതിയോടെയാണ് ന്യൂസ് 18 അഭിമുഖം പ്രസിദ്ധീകരിച്ചത്. പക്ഷേ ഇത് പുറത്തു വന്ന് ഒരു വിവാദമായപ്പോൾ പാർട്ടി സ്വാഭാവികമായിട്ടും നിഷേധിച്ചു. അവർ ദിവ്യയുടെ അടുത്ത് സമ്മർദ്ദം ചെലുത്തി. അപ്പോൾ ഇത് തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ നിഷേധിച്ചുകൊണ്ടൊരു കുറിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ദിവ്യ പോസ്റ്റ് ചെയ്യുന്നു. പിന്നീട് നാം കാണുന്നത് അത് എഡിറ്റ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും പുതിയ ഒരു കുറിപ്പാണ്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ പ്രതികരണമെന്ന നിലയിൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എൻ്റെ അഭിപ്രായമല്ല. അത്തരമൊരു പ്രതികരണം ഞാൻ നടത്തിയിട്ടുമില്ല. മാധ്യമങ്ങളോട് പറയാനുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് വ്യാഖ്യാനങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല. ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയുന്നതാണ് ഇതുവരെ അനുവർത്തിച്ചു വന്ന രീതി. അത് തുടരും. എൻ്റെ പാർട്ടി സ്വീകരിച്ച നടപടി ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് അവരുടെ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ന്യൂസ് 18 കൊടുത്ത ഇൻ്റർവ്യൂ അത് അപ്പാടെ നിഷേധിക്കാൻ ഈ ഫേസ്ബുക്ക് കുറിപ്പിലും അവർ തയ്യാറാവുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില പ്രചാരണങ്ങൾ, തൻ്റേതായിട്ട് വരുന്ന ചില പ്രതികരണങ്ങൾ, അത് തൻ്റേതല്ല എന്ന് മാത്രമാണ് അവർ പറയുന്നത്. മറ്റതിനെയൊട്ട് നിഷേധിക്കുന്നുമില്ല. ന്യൂസ് 18 ഡെപ്യൂട്ടി എഡിറ്റർ അപർണ കുറുപ്പ് അവരാണ് ഈ ഇൻ്റർവ്യൂ എടുത്തത്. അവർ ചോദിച്ചു, ദിവ്യയോട് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യൂസ് 18 ആ ഇൻ്റർവ്യൂവിൻ്റെ വിശദാംശങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത്. വാസ്തവത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെ ഭീഷണിയിൽ പൊതിഞ്ഞ കുറ്റാരോപണങ്ങളാണ് ഈ അഭിമുഖത്തിൽ PP ദിവ്യ മുന്നോട്ട് വയ്ക്കുന്നത്. 20 കൊല്ലം ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത തന്നോട് പാർട്ടി നീതി കാട്ടിയില്ല എന്ന് അവർ ആരോപിക്കുന്നുണ്ട്. തൻ്റെ വശം കേൾക്കാതെയാണ്, അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് താൻ ജയിലിലായിരിക്കുമ്പോൾ തനിക്കെതിരെ ഏറ്റവും കടുത്ത ഒരു അച്ചടക്ക നടപടിയെടുത്തത്. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് തൊട്ട് മുകളിലുള്ള ഒരു നടപടിയാണ്. ആ നടപടി എടുത്തിരിക്കുന്നത് തന്നോട് തൻ്റെ അഭിപ്രായം കേൾക്കാതെ തനിക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കാതെയാണ് എന്ന ആരോപണം PP ദിവ്യ ഉന്നയിക്കുന്നു. താൻ വലിയ അപമാനത്തിലൂടെയും മനോവിഷമത്തിലൂടെയും കടന്നു പോകുന്ന സമയത്താണ് പാർട്ടി തന്നെ കൈവിട്ടത്. കണ്ണൂരിലെ തന്നെ പാർട്ടിക്കുള്ളിൽ നടന്ന ചില മുൻകാല സംഭവങ്ങളുമായി സ്വന്തം അനുഭവത്തെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ദിവ്യ ന്യൂസ് 18 സംസാരിച്ചത്. ന്യൂസ് 18 ഇവിടെ ഒരു കാര്യം ചെയ്തു. അവർ ആദ്യ വാർത്ത സംപ്രേഷണം ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ലിങ്ക് ദിവ്യയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ദിവ്യയുടെ പ്രതികരണം ഇതായിരുന്നു, തമ്പ്. ഈ ഇമോജിയാണ് അതിന് മറുപടിയായിട്ട് ദിവ്യ ഇട്ടത് എന്നാണ് ന്യൂസ് 18 പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഇൻ്റർവ്യൂ നൽകിയതിൻ്റെ പിന്നിലെ ദിവ്യയുടെ ചേതോവികാരം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ ടെലിഫോണിക് ഇൻ്റർവ്യൂവിൻ്റെ പൂർണ്ണ രൂപം, അതിൻ്റെ റെക്കോർഡിങ് ന്യൂസ് 18 പക്കലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ദിവ്യ തൻ്റെ അതൃപ്തി അതിശക്തമായ രീതിയിൽ പ്രകടിപ്പിച്ചിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അത് ശരിയാണ് താനും. അതോടൊപ്പം തന്നെ തൻ്റെ നടപടിക്കെതിരായിട്ട് കൺട്രോൾ കമ്മീഷനെ സമീപിക്കും എന്നും അവർ ചില സൂചനകൾ നൽകിയിരുന്നു. അതായത് അച്ചടക്ക നടപടികൾക്കെതിരെ അംഗങ്ങൾക്ക് പരാതിപ്പെടാനുള്ള ഒരു വേദിയാണ് കൺട്രോൾ കമ്മീഷൻ. അപ്പോൾ കൺട്രോൾ കമ്മീഷൻ പാർട്ടി വേദിയാണ്. അവിടെ ദിവ്യയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാം.
ദിവ്യയ്ക്ക് പലതും പറയാനുണ്ട് എന്ന് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന് അറിയാം. അതവരെ അമ്പരപ്പിലാക്കി, അങ്കലാപ്പിലാക്കി. അതേ തുടർന്നാണ് പെരിങ്ങോം സമ്മേളനത്തിൽ രണ്ട് തട്ടിലും നിൽക്കുന്ന ഇരട്ടത്താപ്പ് നയം എം വി ജയരാജൻ സ്വീകരിച്ചത്. അവിടെ ഇരട്ടത്താപ്പെന്ന് പറയാൻ പോലും പറ്റില്ല. നവീൻ്റെ കുടുംബത്തോടൊപ്പം പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റിയും നിന്നുവെന്ന് പറഞ്ഞ അതേ ശ്വാസത്തിലാണ് നേരത്തെ യാത്രയപ്പ് യോഗത്തിലും പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മുടെ ദിവ്യ പറഞ്ഞ ഈ കൈക്കൂലി ആരോപണം പാർട്ടി ഏറ്റുപിടിച്ചത്, ഔദ്യോഗികമായി ഏറ്റുപിടിച്ചത് ഇതാദ്യമായിട്ടാണ്. ഇത് വളരെ നിർണായകമായ, ഈ കേസിൻ്റെ ഭാവി നടപടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘടകമായിരിക്കും, യാതൊരു സംശയവും വേണ്ട. ദിവ്യയുടെ പ്രസംഗം ആത്മഹത്യയ്ക്ക് പ്രേരണയായോ എന്നാണ് കേസ് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ എന്നത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് ദിവ്യ ആവശ്യപ്പെടുകയും പാർട്ടി ജില്ലാ കമ്മിറ്റി അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുക. അപ്പോഴും ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന അന്വേഷണ വിഷയമാക്കണമെന്ന് ആരും പറയുന്നില്ല. നമ്മുടെ മുമ്പിൽ ധാരാളം കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് പ്രശാന്തനെ ഈ കേസിൽ പ്രതിയാക്കുന്നില്ല? അയാൾ കൈക്കൂലി കൊടുത്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ പമ്പ് നടത്തുന്ന ഒരാൾ, അയാൾക്കും പ്രശാന്തിനുമിടയിൽ മറ്റൊരു പാർട്ടി ബന്ധു, പ്രശാന്തിന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള ബന്ധുക്കൾ, അതുപോലെ തന്നെ കളക്ടറുടെ നിലപാടുകൾ, തൻ്റെ ആദ്യ റിപ്പോർട്ടുകളിലൊന്നും പറയാത്ത ഒരു മൊഴി, അതായത് തനിക്കൊരു തെറ്റുപറ്റിയെന്ന് ADM തന്നോട് പറഞ്ഞു എന്ന അദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ, അതുപോലെ യാത്രയപ്പ് സമ്മേളനത്തിൽ ദിവ്യയുടെ സാന്നിധ്യം ഉറപ്പാക്കിയ അദ്ദേഹത്തിൻ്റെ നടപടി, ഇതൊക്കെ കൂടാഞ്ഞ് ഈ ആത്മഹത്യ ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫയലിൽ തിരികെ കയറ്റാൻ വേണ്ടി പാർട്ടി ആസ്ഥാനത്ത് നിർമ്മിച്ച ഒരു വ്യാജരേഖ പരാതി, പ്രശാന്തിൻ്റേതായിട്ട് ADMനെതിരായിട്ടുള്ള പരാതി, ഇതൊക്കെയാണ് ഈ ഗൂഢാലോചന. ഇതിനെല്ലാം പുറമെ ഈ പമ്പ് വാസ്തവത്തിൽ ആരുടേതാണ്, ആരുടെ ബിനാമിയാണ്? അത് പലർക്കും അറിയാവുന്നതുപോലെ പാർട്ടിയിൽ ഒരു വളരെ ഉന്നതനായ ഒരാൾ അല്ലെങ്കിൽ ആ ആളുമായി ബന്ധമുള്ള വ്യക്തികളുടേതാണ് ഈ പമ്പ്, നിർദ്ദിഷ്ട പമ്പ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാമ്പത്തിക സ്രോതസ്. ഇതൊക്കെയാണ് ആ ഗൂഢാലോചന. അത് അന്വേഷിക്കണമെന്ന് ആരും പറയുന്നില്ല. അത് അന്വേഷിക്കുമ്പോഴാണ് വാസ്തവത്തിൽ സത്യങ്ങൾ പുറത്തു വരിക. പാർട്ടിക്ക് ഒളിക്കാനും ഒളിപ്പിക്കാനും ഉള്ളത് അവിടെയാണ്. അത് അന്വേഷണത്തിലേക്ക് വന്നാൽ പലതും പുറത്തു വരും. ദിവ്യയ്ക്ക് പലതും പറയാനുണ്ടാകുമെന്ന് പാർട്ടിക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ വളരെ പരോക്ഷമായ ഭീഷണികൾക്ക് മുമ്പിൽ പോലും പാർട്ടി ഔദ്യോഗികമായി തന്നെ അവരുടെ ഒരു ഏരിയ സമ്മേളനത്തിൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്ന ദിവ്യയെ ന്യായീകരിക്കുന്നത്. ഈ കൈക്കൂലി ആരോപണത്തെക്കുറിച്ചും അന്വേഷിക്കണം എന്ന് CPM പറയുമ്പോൾ അവിടെ മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. CPIയെ കൂടെ ഇതിനുള്ളിൽ പിടിച്ചിടാൻ, ഈ കേസിൽ പിടിച്ചിടാനാണ് ഇപ്പോൾ CPM അണിയറയിൽ ചില തിരക്കഥകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് CPIക്ക് അറിയാം. അവരത് ഭാവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു സൽസ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകിയത് നമ്മുടെ മന്ത്രി K. രാജൻ, റവന്യൂ മന്ത്രി, CPIയുടെ മന്ത്രി. അതിനുശേഷം ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കമ്മീഷണർ നടത്തിയ ഒരു അന്വേഷണം, അതിൽ നവീൻ ബാബു 100% നിരപരാധിയാണ്, അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നാണ് തെളിഞ്ഞത്. CPIയുടെ ഈ കളി അവർക്കൊട്ടും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ മനസ്സറിവോടുകൂടി ഈ പമ്പിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് CPIയുടെ ഒരു സംഘടനയ്ക്ക് പ്രശാന്ത് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരോ കൈക്കൂലി നൽകി എന്ന ഒരു തിരക്കഥയാണ് ഇനി പുറത്തു വരാനുള്ളത്. നിലവിലെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ സത്യം തെളിയും എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. അതുകൊണ്ട് പല നിയമവിദഗ്ധരും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കേസ് കേരള പോലീസിൽ നിന്ന് മാറ്റി CBI അന്വേഷിച്ചെങ്കിൽ മാത്രമേ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുടെ പിന്നിലെ സത്യം പുറത്തു വരൂ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീതി ലഭിക്കൂ.